I start my second part of the video to speak with the concerned person who does the massage and all. The rains have already started. You can see the complete changeover of climate now. But this is Muttikulangara. As you can see, this is Muttikulangara, and this is the shop. This is KK Sukumaran Muttikulangara Vaidyashala. Now, whom we are going to speak is the son of Mr. KK Sukumaran, and this is all they are famous for, and their oil is all famous for. So, as already shown you in the first part of my video, I'll straight away come down to the nature of treatment, what they are doing it here. So, this is the gentleman, and I'm going to introduce you to Mr. Sagar, the son of Mr. Sukumaran. Mr. Sagar, good afternoon. Afternoon. Would like to know about the treatment what we provide. നമ്മൾ എങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കാറുള്ളത്? ബേസിക്കലി ഇത് ഒരു 6 ജനറേഷനായിട്ട്, ഞാൻ 6 ജനറേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. 6 ജനറേഷൻ നടക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡാണ് നമ്മുടെ പാരമ്പര്യ വൈദ്യമാണ് ഇത് മുട്ടിപ്പര എണ്ണ എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ പേരെടുത്തത്, നമ്മുടെ എണ്ണ പേരെടുത്തിരിക്കുന്നത് ഫ്രാക്ചർ, എല്ല് ഒടിഞ്ഞാൽ 22 ദിവസം കൊണ്ട് എല്ല് കൂടും എന്നുള്ളത് കൊണ്ടാണ് ഈ എണ്ണ ഇത്രയും പേരെടുത്തിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അതിനുപയോഗിക്കുന്ന എണ്ണ ആയതുകൊണ്ട് തന്നെ എല്ല്, ഞരമ്പ്, മസിൽസുമായി ബന്ധപ്പെട്ട ജനറൽ എല്ലാ വേദനകൾക്കും ഈ എണ്ണ ഈക്വലി എഫക്റ്റീവാണ്. എന്ന് വെച്ചാൽ ബാക്ക് പെയിൻ, മുട്ടുവേദന, സന്ധിവേദന, ഉളുക്ക്, ചതവ്, എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ട്, ഇതിനെല്ലാം തന്നെ ഈക്വലി എഫക്റ്റീവാണ് എണ്ണ. നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമാണ് നമ്മളത് ടേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യ കൂട്ടുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. നമ്മൾ ഏകദേശം 300 വർഷമായി പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അതേ രീതിയിൽ തന്നെയാണ് ഇന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വലിയ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് പോകുന്നതിന് കാരണം തന്നെ ഇത് നമ്മൾ ആ മെഡിസിൻ്റെ പ്യൂരിറ്റിയും അതിൻ്റെ ട്രഡീഷണൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും വോള്യൂംസാണ് നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്നത്. അത് വിശ്വാസം അത്രയും ആൾക്കാർക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇതേ സ്ഥലത്ത് തന്നെ നമ്മളിതിങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ 6 ജനറേഷൻ എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനാണ് സുകുമാരൻ വൈദ്യർ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് സ്ഥാപനം ഉള്ളത്. അദ്ദേഹമാണ് ഈ വൈദ്യത്തിൽ എന്നെ കൊണ്ടുവന്നത്. ഞാൻ വേറെ പ്രൊഫഷൻ കൂടി ചെയ്യുന്ന ആളായിരുന്നു, പക്ഷേ ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരുന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സർട്ടൻലി ഈ മരുന്നിന്റെ ചില ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും വിച്ച് ഇസ് സർട്ടൻലി എഫക്റ്റീവ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ദിസ് ഇസ് യുവർ മാനുഫാക്ചറിംഗ് ബേ ഓൾസോ ബിഹൈൻഡിൽ. അപ്പോൾ അതിൽ ബേസിക്കലി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോർമലി ഇടാറുള്ളത്? നമ്മൾ അതിൽ ഒരു 8 തരം പച്ചിലകളും ഒരു 16 തരം നമ്മുടെ അങ്ങാടിയിൽ നിന്ന് വാങ്ങി പൊടിക്കുന്ന പച്ചമരുന്നുകളാണ് നമ്മൾ ചേർക്കുന്നത്. എൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ, ഞാൻ പറഞ്ഞിട്ടുള്ളത് 6 ജനറേഷൻ മുന്നാടിയായിട്ട് ഞങ്ങൾ അന്നും ബേസിക്കലി കൃഷിക്കാരായിരുന്നു. തോട്ടത്തിലോട്ട് പോയപ്പോൾ കുറച്ച് മീൻ കിട്ടുകയും, കൃഷിക്കാരായതുകൊണ്ട് നെൽപ്പാടത്ത് പോയപ്പോൾ മീൻ കിട്ടി. അപ്പോൾ അത് കട്ട് ചെയ്ത് അത് വീട്ടിലോട്ട് കൊണ്ടുവന്നു. കുറച്ച് സമയം എടുത്ത ശേഷമാണ് വീട്ടിലെത്തിയത്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം കൊണ്ടുവരുമ്പോൾ കുറച്ച് പച്ചരകളെല്ലാം അവിടുന്ന് അതിലാണ് പൊതിഞ്ഞ് കൊണ്ടുവന്നത്. വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് അത് ഏകദേശം ഒട്ടിപ്പിടിച്ച രൂപത്തിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രൊഫൗണ്ട് നോളജ് ഉണ്ടായിരുന്നിരിക്കണം ആ ഇതിനെ കുറിച്ചിട്ട്. ഏതായാലും ആ ഒരു മരുന്ന് മാത്രമല്ല, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഇതൊരു ഐതിഹ്യമാണ്. ഇതാണ് അതിൻ്റെ ഒരു ബേസ്, റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ അതിന് പിന്നെ ഡെവലപ്പ് ചെയ്ത സംഭവമാണ് നമ്മൾ ഇന്ന് കാണുന്ന മുട്ടിലെ എണ്ണ. കഴിഞ്ഞ ഒരു 2-3 ജനറേഷനായിട്ട് മരുന്നുകളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഈ മരുന്നുകളല്ല, അപ്പം ഞാൻ പറഞ്ഞ 8 തരം പച്ചിലെല്ലാം തന്നെ അദ്ദേഹം അന്ന് പറിച്ചിരിക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന 8 മരുന്നുകൾ എന്തായാലും എല്ലാവരുടെയും ഇവിടെ കോമൺ ആയിട്ട് കാണുന്നതായതുകൊണ്ട് അത് പറിച്ചിട്ടുണ്ടാവണം. പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതെന്നാണ് ഡെവലപ്പായിട്ട് മറ്റുള്ള 2000 വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൈമാറി വരുന്ന ഒരു കൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എണ്ണ നിങ്ങൾ വെക്കുന്നത് എല്ലാം ഒരേ ടൈപ്പാണോ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്? നമുക്കിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതിൽ ഇപ്പോൾ നമ്മൾ ആദ്യം മുട്ടിൻ്റെ എണ്ണയാണ് ഉള്ളത്. പിന്നീട് അതിന് ശേഷം നമ്മൾ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ നമുക്ക് ഉണ്ട്. അത് നമ്മൾ എഫക്റ്റീവ് ആയതുകൊണ്ട് നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൊമാറ്റിക് ഓയിൽ, വാത സംബന്ധമായ കാര്യങ്ങൾക്കുള്ള എണ്ണയും കൂടെ നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വൈദ്യർ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഇങ്ങനെ ഫേമസ് ആവുന്നത്. പക്ഷേ വൈ ദിസ് മുട്ടിക്കുളങ്ങര ഈസ് ഫേമസ് ഫോർ സോ മെനി പീപ്പിൾ നൗ? അതെങ്ങനെ ഇത് ഒരാൾ കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ പഠിച്ചു വന്നതോ അതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് വന്നതോ? ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലിയാണ് ഇവിടെ കാണുന്ന എല്ലാ. അപ്പൊ അതിന്റെ അംഗങ്ങളാണ് ഇതെല്ലാം. ഞങ്ങൾ ഇവിടെ കുട്ടികളെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണുന്ന ഷോപ്സ് എല്ലാം തന്നെ ഞങ്ങൾ കസിൻസ് ആണ്, പുറമെ ആരുമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു മോനാണ്, എനിക്കൊരു ബ്രദർ ഉണ്ടെങ്കിൽ അദ്ദേഹം ഈക്വൽ റൈറ്റ് ഉണ്ടാവും. ലെഗസി എനിക്ക് മാത്രം കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. ഞാനൊരു മോനാണ്. അതുപോലെ എന്റെ അച്ഛന്റെ ഏട്ടന്റെയും അനിയന്റെയും മക്കളാണ് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കാണുന്നത്. അപ്പോൾ ദിസ് ഈസ് വാട്ട് യുവർ ദ ബോട്ടിൽ ഈസ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓയില്. ഇതില് നമുക്ക് ചിലപ്പോ നമ്മൾ സാധാരണ നമ്മളുടെ പറയാറൊരു ചൊല്ലുണ്ട്, ദാറ്റ് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ മസാജ്,
if you are not going for a perfect oil or a perfect therapist, അത് പഠിച്ച ആൾക്കാർ, then ചിലപ്പോൾ അത് ഇറ്റ് മേ വാട്ട് യു കോൾ ഡാമേജ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് യുവർ ബോഡി. ഫോർ എക്സാമ്പിൾ ശരിക്കും നമ്മൾ ഒഴിച്ചൽ ചെയ്തില്ല, ശരിക്കും ചെയ്യാത്തത്, അത് വൈ യു സേ ദാറ്റ് ഇറ്റ് ഈസ് കെയർഫുൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം പറഞ്ഞിട്ട് കുറേ മസാജുകാരുണ്ടാവും. നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം പറയില്ല, അത് ഡാമേജ് ചെയ്യാറുണ്ട് ചിലപ്പോൾ. രണ്ട് കാര്യമുണ്ട്, നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്ത് രണ്ട് രീതിയിൽ കണ്ടെത്താം. ഒന്ന്, നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്, നമ്മുടെ ട്രീറ്റ്മെന്റ് മെത്തഡിൽ എണ്ണയുടെ ഉപയോഗം എണ്ണയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അസുഖങ്ങൾ മാറുന്നതിൽ ഒരു വലിയ റോള് വഹിക്കുന്നത് എണ്ണയാണ്. ചില ട്രീറ്റ്മെന്റ് മെത്തഡിൽ അങ്ങനെയല്ല. എണ്ണ എന്ന് പറയുന്നത് ഒഴിയാൻ ഒരു മീഡിയവും ചെറിയൊരു അംശവും മാത്രമേ ഉദ്ദേശിക്കുള്ളൂ, ബാക്കി ഒഴിച്ചിൽ കൊണ്ടാണ് മാറുന്നത്. എന്ന് വെച്ചാൽ അവർ മർമ്മവും മറ്റു കാര്യങ്ങളെല്ലാം നോക്കി നമ്മുടെ ട്രീറ്റ്മെന്റ് രീതിയിൽ അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ എല്ലാവരും കൂടെ സ്പ്രെഡ് ഓവർ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മളിപ്പോൾ ചില പേഷ്യൻസൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് സെൽഫായിട്ട് അഡ്മിറ്റ് ചെയ്യാം, ഈ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് രീതിയിൽ എണ്ണയുടെ ഉപയോഗം മാത്രം ശ്രദ്ധിച്ചാൽ കൂടെ അസുഖം മാറും. മറ്റേ അങ്ങനെയല്ല, ഒഴിച്ചിൽ കൊണ്ട് മാത്രമാണ് അസുഖം മാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എണ്ണ കുറച്ചും കൂടെ ജനകീയമായി മാറാനുള്ള കാരണം ഒന്ന് ഇതാണ്. കാരണം ആർക്കുമാണ് യൂസ് ചെയ്യാം. കാരണം ഇത് എണ്ണ കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല, ഗുണം മാത്രം ഉണ്ടാവുന്നുള്ളൂ. മറ്റേ ചെയ്തതിൽ അങ്ങനെയല്ല, ഒഴിച്ചിൽ വളരെ പ്രധാനമായതുകൊണ്ട് അറിയാൻ ചില ഈ എക്സ്പെർട്ട് അല്ലാത്ത ആൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ദോഷം ചെയ്യും. നമ്മുടെ എണ്ണയിൽ ഉപയോഗ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാലും അതിന്റെ എഫക്റ്റീവ്നെസ് കുറയുമെന്നേ ഉള്ളൂ. ഒരു 10 ദിവസം കൊണ്ട് മാറേണ്ട അസുഖം 15 ദിവസം. നമ്മുടെ മേജർ ഇത് കൊടുക്കുന്നത് എണ്ണയിലാണ്. അപ്പൊ എണ്ണയുടെ മരുന്നിന്റെ അംശം, മരുന്നിന്റെ എഫക്റ്റീവ്നെസ് കൂടുതലായതുകൊണ്ട് അത് എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഇത് നികത്തിക്കോളും, എണ്ണ നികത്തിക്കോളും. അതുകൊണ്ടാണ് നമ്മുടെ ഇത്രയും കാലം കൊണ്ട് ഫേമസ് ആവാനുള്ള കാരണവും ഇത്രയും കാലം എല്ലാവരും ഉപയോഗിക്കാനുള്ള കാരണമാണ്. So that was Mr. Sagar. In fact, he is from the 6th generation of the family here, and this is a place which is very well known for the oils, and I was always planning to pay a visit here, and today I got the time and fortunate enough to meet this gentleman and exchange few words about what is this all about. So anybody who would love to see or who would love to order this one, you can always visit this beautiful what do you call a place in God's own country called as Palakkad, and this is the highway, and this is what you can see here, and there are a lot of details which is written here, the unique secret of Ayurveda. And what he told is joining the bones, if you might have listened very carefully, that is normally we use plaster and all those things in the hospitals. This is with the oil, the bone getting joined is something very unique and very unique from an oil. So that is what all about Muttikulangara oil, and that is from KK Sukumaran's what do you call Ayurveda shop here in Muttikulangara highway. So if anybody would love to come here for an experience or for a small shopping for their Ayurvedic requirement, you're always welcome. As he mentioned, apart from this oil, they do have the oils for the hair and other things, hair growth and dandruff removal and all those things. That is what do you call that is not primary, but certainly they are using it for the other stuff also. Once again, thank you very much, Mr. Sagar, for giving me your valuable time. And I hope that many people would take this benefit and advantage of getting this such oil, which is made, which has been discovered and which has been used in Muttikulangara, Palakkad. Thank you, and once again, very good afternoon to you. Thank you. So this is what we can see it, and I'll show you once again the glimpse of the shop here, where the people are already here. These are already the items which is kept for the sales. So signing off from Muttikulangara, this is Sudhir Balachandran, wishing you all a happy afternoon.